ഹലോ. നമ്മൾ ട്വിങ്കിൾ കന്നയുടെ എ ഫീനിക്സ് റൈസസ് എന്ന് പറയുന്ന ചാപ്റ്റർ പഠിച്ചിരുന്നു അല്ലെ? അതിൽ പറയുന്ന ദ പാഡ്മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന യഥാർത്ഥ ആളാണ് അരുണാചലം മുരുകാനന്ദം എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹവുമായിട്ടുള്ള ഒരു ഇന്റർവ്യൂ ആണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ എല്ലാവരും റെഡി അല്ലേ? നമുക്ക് എന്തായാലും നേരെ ആ ഒരു ഇന്റർവ്യൂയിലേക്ക് കിടക്കാം. അരുണാചലം മുരുകാനന്ദം എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹത്തിന് പത്മശ്രീ ഒക്കെ ലഭിച്ചിട്ടുള്ള ഒരു വലിയ വ്യക്തിത്വമാണ്. അതുപോലെ തന്നെ പാഡ്മാൻ ഓഫ് ഇന്ത്യ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ട്വിങ്കിൾ കന്നയുടെ കഥയിലെ ബബ്ലു എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും അല്ലെ? ബബ്ലു കേവത്ത് എന്ന് പറയുന്നത് ആക്ച്വലി അതൊരു ഇമാജിനേറ്റീവ് നെയിം ആണ്. യഥാർത്ഥത്തിൽ ആ ഒരു വ്യക്തിയുടെ പേര് അരുണാചലം മുരുകാനന്ദം എന്നാണ് കേട്ടോ. അപ്പൊ നമുക്ക് എന്തായാലും അദ്ദേഹവുമായിട്ടുള്ള ഒരു ഇന്റർവ്യൂ ആണ് നമ്മൾ ഇനി നോക്കാൻ വേണ്ടി പോകുന്നത്. Good morning, Mr. Muruganandam. It's very kind of you to meet and talk to us. We know that you have been working on the manufacture and distribution of inexpensive sanitary napkins for a quarter of a century. കഴിഞ്ഞ നൂറ്റാണ്ടായിട്ട് താങ്കൾ ഇവിടെ ആ ഒരു ഇൻഎക്സ്പെൻസീവ് ആയിട്ടുള്ള ചിലവ് കുറഞ്ഞിട്ടുള്ള സാനിറ്ററി നാപ്കിൻസ് ഉണ്ടാക്കുകയും വിതരണം ചെയ്യുന്നതൊക്കെ വലിയൊരു തിരക്കിലാണ് താങ്കൾ എന്നുള്ള കാര്യം ഞങ്ങൾക്കറിയാം. ആ ഒരു തിരക്കിനിടയിലും ഞങ്ങളെ കാണാനും ഞങ്ങളോട് സംസാരിക്കാനും നിങ്ങൾ കാണിച്ച ആ ഒരു വലിയ മനസ്സിന് നന്ദി പറയുന്നു. Now we would like to learn about your early days. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു മാനുഫാക്ചറർ ഒക്കെ ആകുന്നതിന് മുമ്പ് നിങ്ങളുടെ ജീവിതം എങ്ങനെയായിരുന്നു എന്ന് അറിയാൻ ഞങ്ങൾക്കൊരു താല്പര്യമുണ്ട്. Did anyone inspire you to work for the good of the community? താങ്കൾ ആരെങ്കിലും ഒരു ഇൻസ്പയർ ചെയ്തിരുന്നോ ഇങ്ങനെ ഈ ഒരു സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കാര്യത്തിൽ താങ്കൾക്ക് എവിടെ നിന്നെങ്കിലും ഒരു പ്രചോദനം ലഭിച്ചിട്ടുണ്ടായിരുന്നോ? Good morning, my friends. Let me at the outset tell you my story. My father was a handloom weaver. I dropped out of school at 14 when he passed away quite unexpectedly. അപ്പം ആ ഒരു ചോദ്യത്തിന് അരുണാചലം മുരുകാനന്ദം ഉത്തരം പറയാൻ വേണ്ടി തുടങ്ങി. അദ്ദേഹം ഒരു ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞുകൊണ്ടാണ്, ആ സുഹൃത്തുക്കളെ എന്നൊക്കെ വിളിച്ചുകൊണ്ടാണ് അദ്ദേഹം ആ മറുപടി പറഞ്ഞു തുടങ്ങിയത്. എൻ്റെ അച്ഛൻ ഒരു ഹാൻഡ്ലൂം വീവർ ആയിരുന്നു, അതായത് നെയ്ത്തുകാരനായിരുന്നു, കൈത്തറിയൊക്കെ ചെയ്യുന്ന വ്യക്തിയായിരുന്നു. ഞാനൊരു 14-ാമത്തെ വയസ്സിൽ സ്കൂൾ പഠനമൊക്കെ അവസാനിപ്പിച്ചു. കാരണം പ്രതീക്ഷിക്കാത്ത സമയത്തായിരുന്നു അദ്ദേഹം ഞങ്ങളെ വിട്ട് പിരിഞ്ഞത്, അതായത് അദ്ദേഹം മരിച്ചുപോയി. My mother worked on a farm and she found it very difficult to make ends meet. എൻ്റെ അമ്മ ഒരു ഫാമിലാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന ആ ഒരു കാശ് കൊണ്ട് ആ ജീവിതത്തിൻ്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ, അല്ലെങ്കിൽ ആ പണം മാത്രം തികയുമായിരുന്നില്ല ഞങ്ങളുടെ ആ ഒരു കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. She had to take care of 2 daughters and a son. 2 പെൺകുട്ടികളെയും അതുപോലെ തന്നെ ഒരു ആൺകുട്ടിയെയും, ഇത്രയും പേരടങ്ങുന്ന ഒരു കുടുംബത്തെ നോക്കിയിരുന്നത് അമ്മയായിരുന്നു. And she had hoped I would become an engineer. എൻ്റെ അമ്മ സ്വപ്നം കണ്ടിരുന്നത് ഞാനൊരു എഞ്ചിനീയർ ആകും എന്നായിരുന്നു. However, she couldn't afford to send me to college. അങ്ങനെയാണെങ്കിൽ പോലും അമ്മയ്ക്ക് എന്നെ ആ ഒരു കോളേജിൽ വിട്ട് പഠിപ്പിക്കാനുള്ള പണം ഒന്നും സമ്പാദിക്കാൻ വേണ്ടിയിട്ട് അമ്മയ്ക്ക് സാധിച്ചിരുന്നില്ല. ആൻഡ് ഐ ഹാഡ് ടു ടേക്ക് അപ്പ് എ ജോബ് ഇൻ എ വെൽഡിംഗ് വർക്ക്ഷോപ്പ്. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു? എൻ്റെ ആ ഒരു 14-ാമത്തെ വയസ്സിൽ ഒരു വെൽഡിംഗ് വർക്ക്ഷോപ്പിൽ ഞാൻ ജോലി കണ്ടെത്തുകയായിരുന്നു ചെയ്തത്. ഈവൻ ആസ് എ യങ് ബോയ്, വളരെ ചെറിയ പ്രായമായിരുന്നു, ഒരു ചെറിയ കുട്ടിയായിരുന്നപ്പോൾ തന്നെ ഞാൻ അങ്ങനെ ഒരു ജോലി കണ്ടെത്തുകയും ചെയ്തു. അറ്റ് 21 ഐ മാരീഡ്. എനിക്ക് 21 വയസ്സുള്ളപ്പോൾ ഞാൻ വിവാഹം കഴിച്ചു. ഇറ്റ് വാസ് ദെൻ ഐ ഡിസ്കവേർഡ് ദാറ്റ് മൈ വൈഫ് ശാന്തി ഹാഡ് ടു യൂസ് ഓൾ റാക്സ് ഇൻസ്റ്റെഡ് ഓഫ് ക്ലീൻ നാപ്കിൻസ് ഡ്യൂറിങ് ഹർ മെൻസ്ട്രൽ സൈക്കിൾ. അങ്ങനെ എൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞ് ആ ഒരു കുടുംബസ്ഥനായിട്ട് ജീവിക്കുന്ന സമയത്ത് എൻ്റെ ഭാര്യയിൽ നിന്നാണ് ഞാൻ ആ കാര്യം മനസ്സിലാക്കുന്നത്. അതായത് എൻ്റെ ഭാര്യയുടെ ആ ഒരു മെൻസ്ട്രൽ സൈക്കിളിൻ്റെ സമയത്ത് അവർ ഉപയോഗിച്ചിരുന്നത് പഴയ തുണികളായിരുന്നു എന്ന കാര്യം. അതായത് സാനിറ്ററി നാപ്കിൻസ് ഉപയോഗിക്കുന്നതിന് പകരം പഴയ തുണിക്കഷ്ണങ്ങളൊക്കെയാണ് ആ ഒരു സമയത്ത്, ആ ഒരു പീരീഡ്സിൻ്റെ സമയത്ത് അവർ ഉപയോഗിക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കി. ദിസ് മെയ്ഡ് മീ തിങ്ക് അബൌട്ട് ദ ജനറൽ സ്റ്റേറ്റ് ഓഫ് വിമൻസ് ഹെൽത്ത് ആൻഡ് ഹൈജീൻ. The knowledge triggered my research into the manufacture of affordable napkins. ഇങ്ങനെ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴാണ് സ്ത്രീകളുടെ ആ ഒരു ഹൈജീനിനെ കുറിച്ചും അവരുടെ ആരോഗ്യത്തെക്കുറിച്ചും ഒക്കെ ഞാൻ ചിന്തിക്കാൻ വേണ്ടി തുടങ്ങുന്നത്. അങ്ങനെയുള്ള ആ ചിന്തയിൽ നിന്നാണ് അഫോർഡബിൾ ആയിട്ടുള്ള നാപ്കിൻസ് ഉണ്ടാക്കണം എന്ന് ഒരു തോട്ടിലേക്ക് ഞാൻ എത്തിപ്പെടുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഐഡിയയിലേക്ക് ഞാൻ എത്തിപ്പെടുന്നത്. We understand that it took you years to find the right materials for your napkins. ഞങ്ങൾക്കറിയാം നിങ്ങൾ വർഷങ്ങൾ എടുത്തിട്ടാണ് ആ ഒരു നാപ്കിൻസ് ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ ആ പാഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കൃത്യമായിട്ടുള്ള മെറ്റീരിയൽസ് ഒക്കെ കണ്ടെത്തിയത് എന്ന കാര്യം ഞങ്ങൾക്കറിയാം. Could you tell us more about the phase of your research? അപ്പോൾ താങ്കൾ നടത്തിയ ആ റിസർച്ച്, ആ ഒരു കാലഘട്ടം അല്ലെങ്കിൽ ആ ഒരു ഘട്ടത്തെക്കുറിച്ച് ഞങ്ങളോട് പറയാൻ വേണ്ടി സാധിക്കുമോ? As I mentioned earlier, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ my father was a weaver. എൻ്റെ അച്ഛൻ ഒരു നെയ്ത്തുകാരനായിരുന്നു. Therefore, I was somewhat familiar with cotton. അതുകൊണ്ട് തന്നെ എനിക്ക് കോട്ടൺ എന്ന് പറയുന്ന ആ ഒരു മെറ്റീരിയലൊക്കെ എനിക്ക് അറിയാമായിരുന്നു.
ആൻഡ് മെയ്ഡ് യൂസ് ഓഫ് മെനി വെറൈറ്റീസ് ഓഫ് കോട്ടൺ. അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള കോട്ടനൊക്കെ ഞാൻ ഈ ഒരു എക്സ്പെരിമെൻറ്റിന് വേണ്ടിയിട്ട് ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ട്. ഓൾ മൈ ഇനീഷ്യൽ എക്സ്പെരിമെൻറ്റ്സ് ഫെയിൽഡ് മിസറബിളി. എൻ്റെ ആദ്യ കാലഘട്ടത്തിലെ ആ എക്സ്പെരിമെൻറ്റുകളെല്ലാം തന്നെ വളരെയധികം പരാജയപ്പെട്ടു പോവുകയാണ് ചെയ്തത്. മോർ ഓവർ ദ ടോപ്പിക് വാസ് ടബു ഇൻ അവർ വില്ലേജ് അറ്റ് ദ ടൈം. ആ ഒരു സമയത്ത് ഈ മെൻസ്ട്രൽ പീരീഡിനെ കുറിച്ചൊക്കെ ആണുങ്ങൾ സംസാരിക്കുന്നത് ഞങ്ങളുടെ ഗ്രാമത്തിൽ ഒരു വിലക്കപ്പെട്ട, ടബു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോഷ്യലി അല്ലെങ്കിൽ റിലീജിയസ്ലി ഒക്കെ വിലക്കപ്പെട്ട നിഷിദ്ധമായിട്ടുള്ള കാര്യങ്ങളെയാണ് ടബു എന്ന് പറയുക. അപ്പോൾ നമ്മുടെ ഗ്രാമത്തിലൊക്കെ ആ ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നതും അല്ലെങ്കിൽ അതിനെക്കുറിച്ച് റിസർച്ച് നടത്തുന്നതൊക്കെ തെറ്റായിട്ട് ചിന്തിച്ചിരുന്ന ഒരു സമയമായിരുന്നു. And my interest in the subject led to my isolation within the community and even my family. അപ്പം ഞാൻ ഈ ഒരു കാര്യത്തിൽ ഇങ്ങനെ റിസർച്ച് നടത്തുന്നത് കൊണ്ട് തന്നെ അതെനിക്ക് അവസാനം തന്ന ഒരു എന്താ പറയുക, അതിൻ്റെ അവസാനം എന്ന് പറയുന്നത് എന്നെ ആ ഒരു കുടുംബത്തിൽ നിന്നും അല്ലെങ്കിൽ ആ ഒരു ഗ്രാമത്തിൽ നിന്നും ഒക്കെ ഞാൻ ഒറ്റപ്പെടുന്ന ഒരു അവസ്ഥയാണ് എനിക്ക് ഉണ്ടായത്. ബട്ട് ഐ ഡിഡ്ന്റ് ഗിവ് അപ്പ്. അങ്ങനെയൊക്കെ സംഭവിച്ചെങ്കിൽ പോലും ഞാൻ വിട്ടുകൊടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറായിരുന്നില്ല. I tried to find out what type of cotton the popular brands were using for their napkins. പിന്നീടുള്ള എൻ്റെ ശ്രമം എന്ന് പറയുന്നത് പോപ്പുലർ ബ്രാൻഡുകളൊക്കെ എന്ത് കോട്ടനാണ് അവരുടെ നാപ്കിൻസിൽ ഉപയോഗിക്കുന്നത് എന്ന് കണ്ടെത്തുകയായിരുന്നു. It took me 2 years of trial and error to figure out it was a pine wood pulp and not cotton. അങ്ങനെ ഏകദേശം 2 വർഷം എൻ്റെ പരീക്ഷണങ്ങളും പരാജയങ്ങളും ഒക്കെ കഴിഞ്ഞ് 2 വർഷം എടുത്തു എന്താണ് യഥാർത്ഥത്തിൽ ടോപ്പ് ബ്രാൻഡ്സ് ഒക്കെ ഉപയോഗിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കാൻ. അവരുപയോഗിച്ചിരുന്നത് പൈൻ വുഡിൻ്റെ പൾപ്പായിരുന്നു, അല്ലാതെ കോട്ടൺ ആയിരുന്നില്ല. ആൻഡ് ദ സപ്ലയേഴ്സ് സെൻഡ് മീ സം സാമ്പിൾസ്. അപ്പോൾ ഈ പൈൻ വുഡിൻ്റെ പൾപ്പ് സപ്ലൈ ചെയ്യുന്ന സപ്ലയേഴ്സ് എനിക്ക് കുറച്ച് സാമ്പിൾസ് അയച്ചു തന്നു. ഐ സ്പെൻഡ് സെവറൽ ഡേയ്സ് വണ്ടറിങ് ഹൗ ടു മേക്ക് സെല്ലുലോസ് ഫ്രം ഇറ്റ്. അങ്ങനെ വീണ്ടും ഞാൻ കുറേ ദിവസങ്ങൾ എടുത്തു ഇതിൽ നിന്ന് എങ്ങനെയാണ്, ഈ പൈൻവുഡ് പൾപ്പിൽ നിന്ന് എങ്ങനെയാണ് കോട്ടൺ പോലുള്ളൊരു മെറ്റീരിയൽ ഉണ്ടാക്കിയെടുക്കുക, ഫൈബർ പോലുള്ള മെറ്റീരിയൽ ഉണ്ടാക്കിയെടുക്കുക എന്ന കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. വൺ ഡേ മൈ പെറ്റ് ഡോഗ് ആക്സിഡൻ്റലി സ്ക്രാച്ച് ദ സാമ്പിൾ കാർഡ്. അങ്ങനെ ഒരു ദിവസം എൻ്റെ പെറ്റ് ഡോഗ് ആക്സിഡൻ്റലി എന്ത് ചെയ്തു, അവിടെ എനിക്ക് അയച്ചു കിട്ടിയ ആ ഒരു സാമ്പിൾ കാർഡ് സ്ക്രാച്ച് ചെയ്യുകയാണ് ചെയ്തത്. ആൻഡ് ഐ കുഡ് സീ ദ സോഫ്റ്റ് കോട്ടണി മെറ്റീരിയൽ. അപ്പോൾ ആ ഒരു സ്ക്രാച്ചിങ്ങിലൂടെ ആ പെറ്റ് ഡോഗ് അങ്ങനെ സ്ക്രാച്ച് ചെയ്തപ്പോൾ അതിൽ നിന്ന് ഈ കോട്ടൺ പോലുള്ള മെറ്റീരിയൽ ഉണ്ടായി വരുന്നത് ഞാൻ കാണുകയും ചെയ്തു. ദിസ് ഗേവ് മീ ദ ഐഡിയ ഓഫ് ഡീഫൈബ്രേഷൻ. ഇതിൽ നിന്നാണ് എനിക്കൊരു ഐഡിയ കിട്ടിയത്, എങ്ങനെയാണ് പൈൻവുഡ് പൾപ്പിൽ നിന്ന് കോട്ടൺ പോലുള്ള അല്ലെങ്കിൽ ഫൈബർ പോലുള്ള മെറ്റീരിയൽ ഉണ്ടാക്കേണ്ടത് എന്ന ഐഡിയ എനിക്ക് അതിൽ നിന്നായിരുന്നു ലഭിച്ചിരുന്നത്. Later, Mr. Muruganandam, you discovered that the real need was for more efficient machinery. How did you understand this? പിന്നീട് നിങ്ങൾ മനസ്സിലാക്കിയില്ലേ, അതായത് നല്ല മെഷീൻസ് ആണ് ആവശ്യമുള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയില്ലേ? അതെങ്ങനെയായിരുന്നു നിങ്ങൾ അത് തിരിച്ചറിഞ്ഞത്? The machines that produce sanitary napkins cost crores at the time. സാനിറ്ററി നാപ്കിൻസ് ഉണ്ടാക്കിയിരുന്ന മെഷീൻസിനൊക്കെ കോടികളായിരുന്നു അന്നത്തെ ആ ഒരു സമയത്തെ വില എന്ന് പറയുന്നത്. I realized that women would get affordable napkins only if the machinery became less expensive. അപ്പോൾ വളരെ വില കുറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ ഇൻഎക്സ്പെൻസീവ് ആയിട്ടുള്ള നാപ്കിൻസ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന മെഷീൻസിൻ്റെയൊക്കെ വില കുറഞ്ഞാൽ മാത്രമേ അങ്ങനെ ഒരു ചീപ്പായിട്ടുള്ള അല്ലെങ്കിൽ ഇൻഎക്സ്പെൻസീവ് ആയിട്ടുള്ള നാപ്കിൻസ് ഉണ്ടാക്കാൻ വേണ്ടി കഴിയൂ എന്ന് ഞാൻ മനസ്സിലാക്കി. ഐ ദെൻ ബിഗാൻ ടു ഫോക്കസ് ഓൺ ഡിസൈനിങ് അഫോർഡബിൾ മെഷീൻസ്. അങ്ങനെ ഞാൻ സ്വന്തമായിട്ട് അഫോർഡബിൾ ആയിട്ടുള്ള മെഷീൻസ് ഡെവലപ്പ് ചെയ്യാനുള്ള ശ്രമത്തിലായിരുന്നു. എഗെയിൻ ബൈ ദ ട്രയൽ ആൻഡ് എറർ. ഞാനങ്ങനെ വീണ്ടും പരീക്ഷണങ്ങൾ നടത്തി പരാജയപ്പെട്ടു. I succeeded in designing and building relatively inexpensive machines. അങ്ങനെ അവസാനം ഞാൻ സക്സീഡായി, അതായത് നല്ല വില കുറഞ്ഞ രീതിയിലുള്ള മെഷീൻസ് ഡെവലപ്പ് ചെയ്യുന്ന കാര്യത്തിൽ ഞാൻ സക്സസ്ഫുൾ ആയി. These could be operated by people without much training. അപ്പം ഞാൻ ഉണ്ടാക്കിയ ആ മെഷീൻസ് ആൾക്കാർക്ക് തന്നെ ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒന്നായിരുന്നു. അത് വലിയൊരു ട്രെയിനിങ് ഒന്നും ഇല്ലാതെ ഉപയോഗിക്കാൻ കഴിയുന്ന ഒന്നായിരുന്നു. ആൻഡ് I designed 3 separate machines for the defibration, compression and sterilization of the material. അപ്പം ഞാൻ 3 തരത്തിലുള്ള മെഷീൻസ് ആണ് കണ്ടെത്തിയത്. ഡീഫൈബ്രേഷന് വേണ്ടിയിട്ട്, കംപ്രഷന് വേണ്ടിയിട്ട്, സ്റ്റെറിലൈസേഷന് വേണ്ടിയിട്ട്, അങ്ങനെ 3 തരത്തിലുള്ള മെഷീൻസ്. ദിസ് ഈസ് ദ റിസൾട്ട് ഓഫ് ട്രയൽ ആൻഡ് എറർ. ഈ പറയുന്ന ഈ ഒരു സംഭവം, ഈ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് ഞാനിങ്ങനെ എക്സ്പെരിമെൻറ്റ്സ് നടത്തി വിജയിക്കാൻ സാധിക്കുമെന്നുള്ള ആ ഒരു ശുഭാപ്തി വിശ്വാസത്തോടു കൂടി ധാരാളം പരാജയത്തിലൂടെ കടന്നു പോയിട്ടാണ്. ദ ഓൺലി മെത്തേഡ് ഐ വുഡ് നെവർ റെക്കമെൻഡ് ഫോർ ജീനിയസ് ഇന്നോവേഷൻ. പുതിയ ഇന്നോവേഷൻ നടത്തുന്ന അല്ലെങ്കിൽ പുതിയ കണ്ടെത്തലുകൾ നടത്തുന്ന ആൾക്കാർക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ട്രയൽ ആൻഡ് എറർ ആണ്. അതായത് നിങ്ങൾ പരീക്ഷണങ്ങൾ നടത്തുക, അതിൽ പരാജയപ്പെടും, അങ്ങനെ അവസാനം നിങ്ങളൊരു സക്സസ് സ്റ്റേജിലേക്ക് എത്തിച്ചേരുന്നതാണ്. So, of course, many MNCs would have made you handsome offers for your machines. Were you ever tempted to take any of these offers? സാർ ഇങ്ങനെ ഒരു ഇൻഎക്സ്പെൻസീവ് ആയിട്ടുള്ള മെഷീൻസ് ഒക്കെ കണ്ടുപിടിച്ച സമയത്ത് ബഹുരാഷ്ട്ര കമ്പനികളൊക്കെ എന്തായാലും നല്ല ഓഫേഴ്സ് ഒക്കെ സാറിന് തന്നിട്ടുണ്ടാവും. അങ്ങനെ ഓഫേഴ്സ് കിട്ടിയ സമയത്ത് ആ ഒരു മെഷീൻസ് ഒക്കെ അവർക്ക് കൊടുക്കാം എന്നുള്ള ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിലേക്ക് വന്നിട്ടുണ്ടായിരുന്നോ?
ഇറ്റ് ടുക്ക് മീ 13 ഇയേഴ്സ് ടു ഗെറ്റ് ദ പേറ്റന്റ് ഫോർ മൈ ഇൻവെൻഷൻ. ഞാൻ നടത്തിയ ആ കണ്ടെത്തലിന് പേറ്റന്റ് കിട്ടാൻ തന്നെ ഏകദേശം 13 വർഷത്തോളം എടുത്തു. വെൻ ഐ ഗോട്ട് ദ പേറ്റന്റ് ഐ പ്ലേസ്ഡ് ഇറ്റ് ഇൻ ദ പബ്ലിക് ഡൊമൈൻ. എനിക്കങ്ങനെ പേറ്റന്റ് കിട്ടിയ ശേഷം ഞാനത് പബ്ലിക്കിന്റെ മുൻപിലാണ് അത് കൊണ്ടുവന്നത്. ഫോർ എനിവൺ ഹു വാണ്ടഡ് ടു യൂസ് ഇറ്റ്. ആർക്ക് വേണമെങ്കിലും ഞാൻ ആ ഉണ്ടാക്കിയ മെഷീൻ ഉപയോഗിക്കാം എന്ന രീതിയിലേക്ക് ഞാനത് മാറ്റി. ഐ സെൽ മൈ മെഷീൻസ് അറ്റ് എ സബ്സിഡീസ് പ്രൈസ് ടു വിമൻ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ്. ഞാൻ എൻ്റെ മെഷീൻസ് ഒക്കെ സബ്സിഡി പ്രൈസിൽ ഈ പറയുന്ന സ്ത്രീകളുടെ ഗ്രൂപ്പുകൾക്ക് വിൽക്കാൻ വേണ്ടി തുടങ്ങി. മൈ പ്രോഫിറ്റ് മാർജിൻ ഈസ് ബേസ്ഡ് ഓൺ ദ നീഡ്, നോട്ട് ഗ്രീഡ്. എൻ്റെ പ്രോഫിറ്റ് മാർജിൻ, എൻ്റെ ലാഭവിഹിതം എന്ന് പറയുന്നത് ഒരിക്കലും അത്യാർത്തിയുള്ള ഒന്നായിരുന്നില്ല. എനിക്ക് വേണ്ട ലാഭം മാത്രമാണ് ഞാൻ എടുത്തിരുന്നത്. ഐ ബിലീവ് ദാറ്റ് ദ സക്സസ് ഓഫ് ഓൺടർപ്രണർഷിപ്പ് ലൈസ് നോട്ട് ഇൻ മേക്കിംഗ് മണി. യഥാർത്ഥത്തിൽ ഒരു സംരംഭകന്റെ വിജയം എന്ന് പറയുന്നത് പണം ഉണ്ടാക്കുന്നത് മാത്രമല്ല, ബട്ട് ഇൻ അലൗവിങ് അതേഴ്സ് ടു ബെനിഫിറ്റ്. മറ്റുള്ളവർക്കും അതിൽ നിന്ന് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ ഐഡിയയിൽ നിന്ന് മറ്റൊരാൾക്ക് കൂടിയിട്ട് ബെനിഫിറ്റ് ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതാണ് യഥാർത്ഥത്തിൽ സക്സസ് എന്ന് പറയുന്നത്. സർ, വൈ ഡു യു പ്രൊമോട്ട് വിമൻ ആൻഡ് വിമൻ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് സോ മച്ച്? എന്തുകൊണ്ടാണ് സാർ ഇങ്ങനെ സ്ത്രീകളെയും അതുപോലെ തന്നെ സ്ത്രീകളെ സഹായിക്കുന്ന ആ ഒരു സംഘടനകളെയും ഒക്കെ ഇത്രയേറെ സപ്പോർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രൊമോട്ട് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഗാന്ധിജി സ്ട്രോങ്ലി ബിലീവ് ദാറ്റ് വിമൻ കുഡ് ട്രാൻസ്ഫോം ഇന്ത്യ. ഗാന്ധിജി അദ്ദേഹം വിശ്വസിച്ചിരുന്ന ഒരു കാര്യം, സ്ത്രീകളായിരിക്കും ഈ ഇന്ത്യയുടെ ട്രാൻസ്ഫോർമേഷന് കാരണമാവുക എന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു. ഐ ഫോളോ ഗാന്ധിജീസ് വിസ്ഡം ആൻഡ് ഹിസ് പാത്ത്. ഞാനും ഗാന്ധിജിയുടെ ഒരു ഫോളോവറാണ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു കാഴ്ചപ്പാടുകളെയും അദ്ദേഹത്തിൻ്റെ ആ ഒരു പാത പിന്തുടരാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. മൈ വിഷൻ ഈസ് ടു ജനറേറ്റ് 1 million ജോബ്സ് ഫോർ വിമൻ ഇൻ ഇന്ത്യ ആൻഡ് ടു പ്രൊമോട്ട് 100% ഹൈജീൻ ഇൻ ഹൗസ് ഹോൾഡ്സ്. എൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് 1 million ജോബ്സ്, ഈ ഒരു ഇന്ത്യയിൽ മാത്രം സ്ത്രീകൾക്ക് ഒരു 1 million ജോലി ഉറപ്പാക്കുക, അതുപോലെ തന്നെ അവർ 100% ഹൈജീൻ ആയിരിക്കുക എന്നുള്ളതൊക്കെയാണ് എൻ്റെയും സ്വപ്നം എന്ന് പറയുന്നത്. In my mission, 3 elements are the most important ones: awareness, availability and affordability. എൻ്റെ കാഴ്ചപ്പാടിൽ ഞാൻ 3 കാര്യങ്ങൾക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഒന്ന് അവയർനെസ്, ബോധവൽക്കരണത്തിനും, അവൈലബിലിറ്റി, ലഭ്യതയ്ക്കും. അതായത് സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ലഭ്യമാവുക എന്ന് പറയുന്നതും, അതുപോലെ അഫോർഡബിലിറ്റി, അവരൊരു സ്ഥാപനമൊക്കെ തുടങ്ങുന്ന സമയത്ത് അവർക്ക് വേണ്ട മെഷീൻസും കാര്യങ്ങളും ഒക്കെ അഫോർഡബിൾ ആയിട്ടുള്ള, വാങ്ങാൻ കഴിയുന്ന വിലയ്ക്ക് അവർക്ക് കിട്ടുക എന്നുള്ള കാര്യവും. അപ്പോൾ അവയർനെസ്സും അവൈലബിലിറ്റിയും അഫോർഡബിലിറ്റിയുമാണ് എൻ്റെയും ലക്ഷ്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എൻ്റെ കാഴ്ചപ്പാടിൽ ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന 3 കാര്യങ്ങൾ. Women can communicate effectively with women and create awareness on menstrual hygiene. സ്ത്രീകൾക്ക് സ്ത്രീകളുമായിട്ട് വളരെ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ അവർക്ക് ഒരു ബോധവൽക്കരണം, മെൻസ്ട്രൽ ഹൈജീനെ കുറിച്ചുള്ള, അതിൻ്റെ ശുചിത്വത്തെക്കുറിച്ചുള്ള ഒരു ബോധവൽക്കരണം നടത്താനും അവർക്ക് സാധ്യമാണ്. അപ്പോൾ എൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് ആ ഒരു മെൻസ്ട്രൽ ഹൈജീൻ കൊണ്ടുവരാൻ, ആ ഒരു ശുചിത്വം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധിക്കണം. സ്ത്രീകൾ കുറച്ചുകൂടി എംപവേർഡ് ആകണം എന്നുള്ള ഒരു ആഗ്രഹമാണ് എനിക്കുള്ളത്. യു ഹാവ് സെഡ് ദാറ്റ് യു പ്രിഫർ ടു യൂസ് ദ വേർഡ് ഡീറ്റെയിൽ റാദർ ദാൻ റീറ്റെയിൽ വെൻ യു മെൻഷൻ യുവർ പ്രൊഡക്റ്റ്. നിങ്ങളുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് റീറ്റെയിൽ എന്ന് പറയുന്ന വാക്കിനേക്കാൾ കൂടുതൽ ഡീറ്റെയിൽ എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കാനാണ് നിങ്ങൾക്ക് ഇഷ്ടമെന്ന് നിങ്ങൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. കുഡ് യു എക്സ്പ്ലെയിൻ വാട്ട് യു മീൻ ബൈ ദിസ്? എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് ഒന്ന് പറഞ്ഞു തരാമോ? മോർ ദാൻ ടേൺ ഓവർ ഐ ഫോക്കസ് ഓൺ ഇമ്പാക്ട്. എൻ്റെ ആ ഒരു വിറ്റുവരവിനേക്കാൾ കൂടുതൽ ഞാൻ ഫോക്കസ് ചെയ്യുന്നത് ഇമ്പാക്റ്റിനാണ്. ഞാൻ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റ് ഈ സമൂഹത്തിൽ എന്ത് ഗുണഗണങ്ങളാണ് ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഇമ്പാക്റ്റ് എന്താണ് എന്നതിനെക്കുറിച്ചാണ് ഞാൻ ചിന്തിക്കുന്നത്. സോഷ്യൽ ഓൺടർപ്രണർഷിപ്പ് ഷുഡ് ബി ഇമ്പാക്ട് ബേസ്ഡ്. സാമൂഹികപരമായിട്ടുള്ള ഒരു സംരംഭം തുടങ്ങുന്ന സമയത്ത് അതിൻ്റെ ഇമ്പാക്റ്റിനാണ് വാല്യൂ ഉള്ളത്. ഐ ആസ്ക് ദ വിമൻസ് കളക്റ്റീവ് ടു പേഴ്സണലി ടോക്ക് ടു എവറി വിമൻ കസ്റ്റമർ ഇൻ ഡീറ്റെയിൽ അബൌട്ട് ഹൈജീൻ. അതുകൊണ്ട് തന്നെ സ്ത്രീകളായിട്ടുള്ള സംരംഭകരോട് ഞാൻ പലപ്പോഴും പറയാറുള്ളത്, അവരുടെ അടുത്ത് വരുന്ന കസ്റ്റമേഴ്സിനോട്, അതായത് സ്ത്രീകളായിട്ട് വരുന്ന കസ്റ്റമേഴ്സിനോട് എപ്പോഴും ഹൈജീനിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാനാണ്. അവർ എയിം ഈസ് നോട്ട് ടു ഇൻക്രീസ് സെയിൽസ് ബട്ട് ടു ഇൻക്രീസ് അവയർനെസ്. ഞങ്ങൾ ഈ പ്രൊഡക്റ്റിലൂടെ ഉദ്ദേശിക്കുന്നത് കുറേ വിറ്റുവരവ് ഉണ്ടാക്കണം, പണം ഉണ്ടാക്കണം എന്നതിനപ്പുറത്തേക്ക് ഒരു അവയർനെസ് ഉണ്ടാക്കാൻ, ഒരു ബോധവൽക്കരണം നടത്താനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. വി ഹാവ് ക്രിയേറ്റഡ് 1063 ലോക്കൽ ബ്രാൻഡ്സ് ആൻഡ് ഏൺ $750 billion ഇൻ റവന്യൂ സോ ഫാർ. ഞങ്ങൾ ഇതുവരെ 1363 ലോക്കൽ ബ്രാൻഡുകളും അതിൽ നിന്ന് ഏകദേശം $750 million ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഡീറ്റെയിലിംഗ് ഇൻഫർമേഷൻ ആൻഡ് ക്രിയേറ്റിംഗ് അവയർനെസ് ഈസ് ദ ടഫ് തിങ് ടു ഡു. അതായത് ഒരു കാര്യം, ഒരു ഇൻഫർമേഷൻ ഡീറ്റെയിൽ ആയി പറഞ്ഞു കൊടുക്കുന്നതും അതുപോലെ തന്നെ അവയർനെസ്, ബോധവൽക്കരണം നടത്തുന്നതുമാണ് ഏറ്റവും ടഫ് ആയിട്ടുള്ളൊരു കാര്യം. ഐ ബോ ടു ഓൾ ടീച്ചേഴ്സ് ആസ് ദേ സ്പെൻഡ് ദെയർ ഓൾ ലൈവ്സ് ഡീറ്റെയിലിംഗ് തിങ്സ് ടു പീപ്പിൾസ്. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ഓരോ ടീച്ചേഴ്സിൻ്റെ മുന്നിലും ഞാൻ തലകുനിക്കുകയാണ്. കാരണം അവരുടെ ജീവിതത്തിൽ മൊത്തം, അവരുടെ ആ ഒരു ടീച്ചിങ് കരിയറിൽ ഓരോ കാര്യങ്ങളുടെയും ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുക്കുകയാണ്, കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ് അവർ ചെയ്യുന്നത്. ഏറ്റവും ടഫായിട്ടുള്ളൊരു കാര്യമാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അവരുടെ മുന്നിൽ തലകുനിക്കുകയാണ്. What message do you have specifically for the young innovators and social entrepreneurs of our nation?
പുതിയതായിട്ട് കടന്നു വരുന്ന യങ് ഇന്നോവേറ്റേഴ്സ്, അതായത് പുതിയ കണ്ടെത്തലുകൾ നടത്തുന്ന ചെറുപ്പക്കാരോട്, അതുപോലെ സോഷ്യൽ ഓൺട്രപ്രണേഴ്സ്, അതായത് സാമൂഹിക സംരംഭങ്ങൾ ചെയ്യുന്ന ആൾക്കാരോട് എന്ത് മെസ്സേജാണ് താങ്കൾക്ക് നൽകാനായിട്ടുള്ളത്? വാട്ട് അഡ്വൈസ് വുഡ് യു ഗിവ് ടു ദ സ്റ്റുഡൻസ്? കുട്ടികൾക്ക് എന്ത് അഡ്വൈസ് ആണ് താങ്കൾക്ക് നൽകാനായിട്ടുള്ളത്? എഡ്യൂക്കേഷൻ എംപവേഴ്സ് അസ്. വിദ്യാഭ്യാസമാണ് നമ്മളെ എംപവർ ചെയ്യുന്നത്. വി മസ്റ്റ് ഹവർ ഓൾവേസ് ബെയർ ഇൻ മൈൻഡ്, നമ്മൾ എപ്പോഴും മനസ്സിൽ സൂക്ഷിക്കേണ്ട ഒരു കാര്യം, ദാറ്റ് വി ഡു നോട്ട് നീഡ് ടു ബെഗ് ഫോർ എ ജോബ് ആഫ്റ്റർ എഡ്യൂക്കേഷൻ. പഠനത്തിന് ശേഷം നമ്മൾ ഒരിക്കലും ഒരു ജോലിക്ക് വേണ്ടിയിട്ട് ബെഗ് ചെയ്യാൻ വേണ്ടി പാടില്ല. ട്രൈ ടു ഫൈൻഡ് ഔട്ട് സൊല്യൂഷൻ ടു ദ സോഷ്യൽ പ്രോബ്ലംസ്. നമ്മൾ എന്ത് ചെയ്യണം? സൊസൈറ്റിയിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങൾ കണ്ടെത്താൻ വേണ്ടി തുടങ്ങണം. ആൻഡ് ക്രിയേറ്റ് ജോബ്സ് ഫോർ യുവർ സെൽഫ് ആൻഡ് അതേഴ്സ്. അങ്ങനെ ആ ഒരു സമൂഹത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുമ്പോൾ നമ്മൾ സ്വയം ഒരു ജോലി കണ്ടെത്തുകയും അതിലൂടെ മറ്റുള്ളവർക്കും കൂടി ജോലി നൽകാൻ വേണ്ടി നമുക്ക് സാധിക്കുകയും ചെയ്യും. യു നീഡ് എഡ്യൂക്കേഷൻ ആൻഡ് നോളജ് ടു ഐഡന്റിഫൈ ദ പ്രോബ്ലംസ്. നമുക്ക് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നമുക്ക് ചുറ്റുമുള്ള പ്രശ്നങ്ങളെ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ഒരു മാർഗമാണ്. കൺവേർട്ട് എവറി പ്രോബ്ലം ഇൻ ടു ആൻ ഓപ്പർച്യൂണിറ്റി. നമ്മളുടെ മുന്നിലുള്ള ഓരോ പ്രശ്നങ്ങളെയും ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് നമ്മൾ അതിനെ മാറ്റിയെടുക്കണം. കം ഔട്ട് വിത്ത് എ സൊല്യൂഷൻ. ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരമായിട്ട് മുന്നോട്ട് വരിക. ആൻ ഇൻവെൻഷൻ, ഒരു പുതിയ കണ്ടെത്തൽ. ആൻ ഇന്നൊവേഷൻ, അതുപോലെ തന്നെ ഒരു മാറ്റം. ആൻ എന്റർപ്രൈസ്, അതെന്ത് ചെയ്യുക? ഒരു സംരംഭമായി മാറ്റുക. ബിക്കം സൊല്യൂഷൻ പ്രൊവൈഡേഴ്സ് ആൻഡ് സോഷ്യൽ ഓൺട്രപ്രണേഴ്സ്. അങ്ങനെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകുന്ന ആൾക്കാരായും അതുപോലെ തന്നെ സാമൂഹിക സംരംഭകരായിട്ട് നിങ്ങൾക്ക് മാറാൻ വേണ്ടി സാധിക്കും. ട്രാൻസ്ഫോം ദ വേൾഡ്. അങ്ങനെ മാറുമ്പോൾ ഈ ലോകത്തെ തന്നെ മാറ്റിമറിക്കാൻ വേണ്ടി നമുക്ക് സാധിച്ചേക്കും. താങ്ക് യു വെരി മച്ച് സർ. We are sure your life and your words of wisdom will indeed be an inspiration for generations to come. ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട് താങ്കളുടെ ഈ വാക്കുകളും താങ്കളുടെ ജീവിതവും ഇനി വരുന്ന ഒരു ജനറേഷന് വലിയൊരു ഇൻസ്പിറേഷൻ ആയിരിക്കുമെന്ന്, അല്ലെങ്കിൽ ഇനി വരുന്ന തലമുറകൾക്കൊക്കെ ഒരു ഇൻസ്പിറേഷൻ ആയിരിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. വളരെയധികം നന്ദിയുണ്ട്. താങ്കളുമായിട്ട് സംസാരിക്കാൻ കഴിഞ്ഞതിൽ വളരെയധികം നന്ദിയുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചിട്ടുള്ള ഈ ഒരു ഇൻ്റർവ്യൂ, അരുണാചലം മുരുകാനന്ദവുമായിട്ടുള്ള ഇൻ്റർവ്യൂ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടിയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.